ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് എൻഡോക്രൈൻ ഡിസോർഡേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ നമ്മൾ കുറച്ച് റിലേറ്റഡ് പോയിന്റ്സ് കൂടെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടാൽ ഇനി വരുന്ന എക്സാമിനുള്ള 1-2 മാർക്കിനുള്ള വക എന്തായാലും ഒരു വീഡിയോയിലുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ 70 ഡേയ്സ് ടൈം ടേബിളിൽ പറഞ്ഞതാണ്. അപ്പൊ ഐ ബട്ടണിൽ എനിക്ക് 5-ൽ കൂടുതൽ വീഡിയോസ് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഐ ബട്ടണിൽ മുകളിലായിട്ട് 5-6 കൊടുത്തു കഴിഞ്ഞ് ബാക്കി ലാസ്റ്റ് എന്റെ സ്ക്രീനിലായിട്ട് വീഡിയോയിലുള്ള ഏകദേശം നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോകളെല്ലാം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following signs and symptoms causes concern and requires nursing intervention for patient who recently had a thyroidectomy? Options: heart rate 126, blood pressure 220/106, temperature 103.4, heart rate 36, blood pressure 61/42, temperature 95.2, soft air, irritable diarrhea, constipation, drowsiness, goiter. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് തൈറോയിഡക്ടമി കഴിഞ്ഞ ഒരു പേഷ്യന്റിന് ഏത് ഓപ്ഷനിലുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് കാണുമ്പോഴാണ് നേഴ്സ് അലർട്ട് ആകേണ്ടത് എന്നാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഹാർട്ട് റേറ്റ് ഓഫ് 126, ബ്ലഡ് പ്രഷർ 220/106, ടെമ്പറേച്ചർ 103.4 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇവിടെ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ട്, ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ട്, ടെമ്പറേച്ചറും കൂടുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ തൈറോയിഡക്ടമി കഴിഞ്ഞ പേഷ്യൻസിന് നമ്മൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ there will be chance of thyroid storm. തൈറോയ്ഡ് സ്റ്റോമിൽ എന്താണ് ഉണ്ടാകുന്നത്? ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ എല്ലാം കൂടും. അതുപോലെ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവും. അപ്പിറ്റൈറ്റ് കൂടും, ഇറിറ്റബിൾ ആയിരിക്കും. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ സാധാരണ വല്ലാണ്ട് കൂടാറുണ്ട്. ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ചില കേസുകളിൽ കുറഞ്ഞ് നിൽക്കാറുണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് കൂടി തന്നെയാണ് കാണുന്നത്. അതുപോലെ ഈ ഒരു തൈറോയ്ഡ് സ്റ്റോം നമ്മൾ പറയുമ്പോൾ അൺട്രീറ്റഡ് ഹൈപ്പർ തൈറോയിഡിസം ആണ് തൈറോയ്ഡ് സ്റ്റോം ആയിട്ട് മാറുന്നത്. ഹൈപ്പർ തൈറോയിഡിസത്തിന് എന്തൊക്കെയാണ്? when thyroid gland produce too much തൈറോക്സിൻ ഹോർമോണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നത്. ആ ഒരു കേസ് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തൈറോയ്ഡ് സ്റ്റോമിലേക്ക് പേഷ്യന്റ് പോകും. അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. A patient is at risk for experiencing thyroid storm after a thyroidectomy because of manipulation of the thyroid gland that could cause excessive T3 and T4 to enter into the bloodstream during removal of the gland. Therefore, heart rate of 126, blood pressure 220/106, temperature 103.4 Fahrenheit are classic sign of thyroid storm and this requires nursing intervention. അപ്പോൾ തൈറോയ്ഡ് സ്റ്റോമിലാണ് പേഷ്യന്റ് എന്ന് മനസ്സിലാക്കണം. ഈ ഒരു തൈറോയ്ഡ് സ്റ്റോമിൽ ഉണ്ടാകാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിന് എന്തെങ്കിലും ഒരു ട്രിഗർ, ഒരു സ്ട്രെസ് വരുമ്പോൾ, എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള സ്ട്രെസ് വരുമ്പോഴോ, ഒരു ട്രോമ വരുമ്പോഴോ, ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ, ഇൽനെസ് കൊണ്ട് നമുക്ക് ഈ ഒരു തൈറോയ്ഡ് സ്റ്റോം ഉണ്ടാകാറുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഹൈപ്പർ തൈറോയിഡിസത്തില് ഹാർട്ട് റേറ്റും പൾസ് റേറ്റും അതുപോലെ എല്ലാം കൂടി നിൽക്കുന്നു. അത് കുറച്ചും കൂടെ ട്രീറ്റ് ചെയ്തില്ലെങ്കിലാണ് തൈറോയ്ഡ് സ്റ്റോം വരുന്നത്. ഹൈപ്പോ തൈറോയിഡിസത്തിലാണെങ്കിൽ വെയിറ്റ് ഗെയിൻ ആയിരിക്കും. ഹൈപ്പോ തൈറോയിഡിസിൽ വെയിറ്റ് ഗെയിൻ ആയിരിക്കും, ഹൈപ്പർ തൈറോയിഡിസിൽ വെയിറ്റ് ലോസ് ആയിരിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്രോമെഗലി ഈസ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഡയഗ്നോസ്ഡ് ഇൻ ഓപ്ഷൻസ്: ചിൽഡ്രൻ ഏജസ് 2 to 5, ന്യൂബോൺസ്, മിഡിൽ ഏജ്ഡ് അഡൽട്സ് ഏജ് 65 ആൻഡ് ഓൾഡർ. സോ ഇവിടെ കറക്റ്റ് ആൻസർ മിഡിൽ ഏജ്ഡ് അഡൽട്സ്. അക്രോമെഗലി സാധാരണ ഉണ്ടാകുന്ന മിഡിൽ ഏജ് അഡൽട്സിലാണ്. അക്രോമെഗലി എന്ന് പറയുമ്പോൾ ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ദാറ്റ് ലീഡ്സ് ടു അക്രോമെഗലി. അതായത് ഈ ഒരു പിക്ചറിൽ നിന്നൊരു പിക്ചർ കാണുന്നുണ്ട്. അതായത് ഈ ഒരു മനുഷ്യൻ, ആളുകളുടെ വലിപ്പം അല്ലാണ്ട് കൂടുതലായിരിക്കും. അപ്പൊ ഇതിന് ചൈൽഡ്ഹുഡിൽ വരികയാണെങ്കിൽ അതിന് ജൈജാൻഡിസ് എന്ന് പറയുന്നു. അഡൽറ്റിൽ വരികയാണെങ്കിൽ എന്താണ്? അക്രോമെഗലി എന്ന് പറയുന്നു. മിഡിൽ ഏജ് അഡൽട്സിലാണ്. അപ്പൊ അക്രോമെഗലി is the disorder in adults. Pituitary gland produces too much growth hormone. കൂടുതൽ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സാധാരണ ഇത് ഉണ്ടാകാനുള്ള മെയിൻ ആയിട്ടുള്ള കോസ് പിറ്റ്യൂട്ടറി ട്യൂമേഴ്സ്, പിറ്റ്യൂട്ടറി അഡിനോമ എന്നുള്ള നോൺ ക്യാൻസറസ് ട്യൂമേഴ്സ് ആണ് ഇത് ഉണ്ടാകാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പൊ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്? പിക്ചറിൽ കണ്ട പോലെ പ്രൊമിനന്റ് ഫോർഹെഡ് ആയിരിക്കും, നെറ്റിത്തടം വല്ലാണ്ട് വീതിയുള്ള നെറ്റിത്തടം, താടിയെല്ലുകൾ ഇങ്ങനെ പരന്ന് വിശാലമായ താടിയെല്ലുകൾ, അതുപോലെ സ്വെറ്റിംഗ് ഉണ്ടാവും, എൻലാർജ്ഡ് ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എൻലാർജ്ഡ് ആയിരിക്കും, ലാർജ് ഇയേഴ്സ്,
നമുക്ക് പുറമെ കാണുന്ന ഇയേഴ്സ്, ഫീറ്റ്, ഹാൻഡ്സ്, നോസ് ഇതെല്ലാം വളരെ വലിപ്പമുള്ളതായിരിക്കും. സോ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. പിറ്റ്യൂട്ടറി അഡിനോമ ആണെങ്കിൽ പിറ്റ്യൂട്ടറി ആ ട്യൂമർ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം കുറേയൊക്കെ മാറി കിട്ടും. അതുപോലെ ട്രീറ്റ്മെന്റിൽ വരികയാണെങ്കിൽ ഡ്രഗ്സ് വരികയാണെങ്കിൽ സൊമാസ്റ്റോസ്റ്റാറ്റിൻ അനലോഗ്സ് കൊടുക്കാറുണ്ട്. ഇതിൽ തന്നെ ചിൽഡ്രനിൽ വരുന്നതാണ് ജൈജാൻഡിസം. ഇതൊക്കെ എൻഡോക്രൈൻ ഡിസോർഡേഴ്സിൽ വരുന്നതാണ്. നമുക്ക് കൂടുതൽ നോക്കാം. Acromegaly caused from benign tumors on the pituitary gland that produce excessive amounts of growth hormones. Symptoms may present at any age. The diagnosis generally occurs in middle-aged person. Untreated, the consequences of acromegaly include type 2 diabetes, hypertension, and increased risk of cardiovascular disease, arthritis, and colon polyps. ഇത്രയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടാകാം. ഡയബറ്റീസ് ആകാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, കാർഡിയോവാസ്കുലർ ഡിസീസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ഈസ് കോസ്ഡ് ബൈ ലോങ് ടൈം എക്സ്പോഷർ ടു ഹൈ ലെവൽസ് ഓഫ് സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ? ഓപ്ഷൻസ്: അഡിസൺ ഡിസീസ്, ക്രോൺസ് ഡിസീസ്, മിക്സഡിമ. അതായത് കോർട്ടിസോളിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന അസുഖം എന്താണ്? ഓപ്ഷൻ: അഡിസൺ ഡിസീസ്, ക്രോൺസ് ഡിസീസ്, മിക്സഡിമ, കുഷിംഗ് സിൻഡ്രോം. കറക്റ്റ് ആൻസർ കുഷിംഗ് സിൻഡ്രോം ആണ്. കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ടൂ മച്ച് കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോണാണ്. അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. കോർട്ടിസോളിന്റെ അളവ് കൂടുമ്പോൾ നമുക്ക് കുഷിംഗ് സിൻഡ്രോം ഉണ്ടാകും. സോ എക്സ്പോഷർ ഓഫ് ഹൈ കോർട്ടിസോൾ ഫോർ ലോങ് ടൈം, സ്ട്രെസ് ഉള്ള ഒരാളെന്ന് വിചാരിക്കുക, അയാളുടെ സ്ട്രെസ് കൺട്രോൾ അല്ലെങ്കിൽ അയാൾക്ക് ഒരുപക്ഷെ കുഷിംഗ് സിൻഡ്രോം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സ്ട്രെസ് വരുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്, അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. കോസസ് എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഈ കുഷിംഗ് സിൻഡ്രോം ഉണ്ടാകുന്നത്? യൂസ് ഓഫ് സ്റ്റെറോയിഡ് ഡ്രഗ്സ് ഫോർ ലോങ് ടൈം. സ്റ്റിറോയിഡ് ഡ്രഗ്സ്, ആസ്തമയ്ക്ക്, ആർത്രൈറ്റിസിനൊക്കെ നമ്മൾ സ്റ്റിറോയിഡ് എടുക്കാറുണ്ട്. അത് ലോങ് ടൈം എടുക്കുമ്പോൾ ഒരുപക്ഷെ കുഷിംഗ് സിൻഡ്രോം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് പിറ്റ്യൂട്ടറി ട്യൂമർ, നേരത്തെ പറഞ്ഞ പോലെ പിറ്റ്യൂട്ടറി അഡിനോമ കൊണ്ടും ഉണ്ടാകാറുണ്ട്. സോ എക്സ്പോഷർ ഓഫ് ഹൈ കോർട്ടിസോളിന്റെ അളവ് കൂടുന്നതുകൊണ്ട് കുഷിംഗ് സിൻഡ്രോം ഉണ്ടാകുന്നു. അത് കുറയുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ് അഡിസൺ ഡിസീസ്. അതുകൊണ്ട് മനസ്സിലാക്കണം, കോർട്ടിസോൾ കുറയുമ്പോൾ ഉണ്ടാകുന്നതാണ് അഡിസൺ ഡിസീസ്, കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ് കുഷിംഗ് സിൻഡ്രോം. അപ്പൊ ഈ കുഷിംഗ് സിൻഡ്രോം ഉള്ളവർക്ക് എക്സസീവ് സ്വെറ്റിംഗ് ഉണ്ടാവും, എക്സസീവ് ഹെയർ ഉണ്ടാവും, അതുപോലെ ഹൈ BP, ഹെയർ ഒക്കെ അവരുടെ രോമം കൂടുതലായിരിക്കും, ഹൈ BP ഉണ്ടായിരിക്കും. അതുപോലെ അവർക്ക് ഷോൾഡർ പാട്, ഈ ഒരു ഷോൾഡറിന്റെ അവിടെ ഇങ്ങനെ ഒരു ഈ കഴുത്തിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു പാട്, ഫാറ്റ് പാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില ആളുകളുടെ കഴുത്തിന്റെ ഇവിടെയൊക്കെ കറുത്ത് തടിച്ച് ഈ ഭാഗം ഇങ്ങനെ തടിച്ചിരിക്കുന്നത് ഷോൾഡറിന്റെ അവിടെയൊക്കെ. അപ്പൊ അത് ഈ ഒരു പേഷ്യന്റിൽ ഉണ്ടാകും. ഫാറ്റ് ഡെപ്പോസിഷൻ ആണ്, അവിടെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. സോ ഡാർക്കനിങ് ഓഫ് സ്കിന്ന്, സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും, അതുപോലെ ആൻസൈറ്റി ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഡയഗ്നോസിസ് എങ്ങനെ, നമുക്ക് കുഷിംഗ് സിൻഡ്രോം എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? കോർട്ടിസോൾ ലെവൽ റെഗുലേറ്റിംഗ് ഹോർമോൺ ആണ് അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ ആണ് കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ അത് സെക്രീറ്റ് ചെയ്യുന്നു. ഏതാണ്? അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അപ്പൊ അഡ്രിനോകോർട്ടിക്കോട്രോപിക് ACTH എന്ന് പറയും. ACTHന്റെ ബ്ലഡിലുള്ള ലെവല് നോക്കും. അങ്ങനെ നോക്കാം. അതുപോലെ ഇമേജിംഗ് ടെസ്റ്റ്, എന്തെങ്കിലും ട്യൂമർ ഉണ്ടെങ്കിൽ, ബ്രെയിനിൽ പിറ്റ്യൂട്ടറി ട്യൂമർ ഉണ്ടെങ്കിൽ അത് MRI, CT സ്കാൻ ഒക്കെ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് സർജറിയാണ്. ആ ട്രീറ്റ്മെന്റ്, ആ ഒരു ട്യൂമർ എടുത്ത് കളഞ്ഞാൽ കുറേയൊക്കെ ഇത് മാറ്റം വരും. അതുപോലെ ഹെൽത്തി ഡയറ്റ് വേണം. ഇവർക്ക് ലോങ് ടൈം മെഡിസിൻ കഴിക്കേണ്ടി വരും. അതുപോലെ ഇവർക്ക് ഹെൽത്തി ഡയറ്റ് ആയിട്ട് പൊട്ടാസ്യം, സോഡിയം കുറഞ്ഞിട്ടുള്ള ഡയറ്റാണ് കൊടുക്കാറുള്ളത്. അതുപോലെ കാൽസ്യം, വിറ്റാമിൻ D ഒക്കെ കൂടുതലുള്ള ഡയറ്റ് ഇവർക്ക് ഇൻക്ലൂഡ് ചെയ്യണം. സോ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. Cushing syndrome is a form of hypercortisolism, can be caused by overuse of cortisol medication as seen in the treatment of chronic asthma or rheumatoid arthritis. People with Cushing syndrome may see their face get round. Moon face ഏതിൽ കാണുന്നു എന്ന് ചോദിച്ചാൽ അത് Cushing syndrome ആണ്. Abnormal pad of fat between the shoulder blades, darkening of the skin, stretch mark or thinning. ഇവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് സർജിക്കൽ മാനേജ്മെന്റ് ഉണ്ട്, അതുപോലെ സർജിക്കൽ മാനേജ്മെന്റ് ഉണ്ട്, ACTH ലെവൽ നമ്മൾ നോക്കും, അതുപോലെ ഹെൽത്തി ഡയറ്റ് കൊടുക്കും, ഹെൽത്തി ഡയറ്റ് പേഷ്യന്റിന് കൊടുക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
Hashimoto's disease is options: chronic inflammation of the thyroid gland, diagnosed most frequently in Asian, African, Arab, a type of hyperthyroidism, a rare type of hypothyroidism. Hashimoto's disease is correct answer, chronic inflammation of the thyroid gland. Thyroid gland inflammation വരുന്നതാണ് Hashimoto's disease. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. The immune system attacks the butterfly-shaped gland in the neck, thyroid. Most common cause of can lead to hypothyroidism. ഈ ഒരു ഗ്ലാൻഡിൽ ഇൻഫ്ലമേഷൻ വരുന്നു. ഇറ്റ് ക്യാൻ ലീഡ് ടു ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. വുമൺ ആർ അഫക്റ്റഡ് ദാൻ മെൻ ആൻഡ് ഇറ്റ് ഈസ് ജനറലി ഡയഗ്നോസ്ഡ് ഇൻ പേഴ്സൺസ് ഏജ് 40 to 60. കൂടുതൽ ലേഡീസിനുണ്ടാകുന്നു ഏജ് ഗ്രൂപ്പ് 40 to 60. There is no cure for Hashimoto's. Treatment with the synthetic hormone medication is usually effective. ഇത്രയാണ് അടുത്ത ക്വസ്റ്റ്യൻ. Endocrine disorders may be triggered by all of the following except options: damage to an endocrine gland, infection, tumors of one or more endocrine gland, cell phone use. സോ എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് ട്രിഗർ ചെയ്യുന്നത് സെൽഫോൺ യൂസിൽ ട്രിഗർ ചെയ്യാറില്ല. ബാക്കിയുള്ള ഡാമേജ് ടു ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്, ഇൻഫെക്ഷൻ, ട്യൂമേഴ്സ് ഓഫ് വൺ ഓർ മോർ എൻഡോക്രൈൻ ഗ്ലാൻഡിലൊക്കെ എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് ട്രിഗർ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അഡിസൺ ഡിസീസ് പറഞ്ഞു, ഗ്രോത്ത് ഹോർമോൺ കുറയുന്നതുകൊണ്ടാണെന്ന്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അഡിസൺ ഡിസീസ് ഇറ്റ്സ് എ റയർ ബട്ട് സീരിയസ് അഡ്രിനൽ ഗ്ലാൻഡ് ഡിസോർഡർ. റയർ ഡിസോർഡർ ആണ്, പക്ഷെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള അഡ്രിനൽ ഗ്ലാൻഡ് ഡിസോർഡർ ആണ് അഡിസൺ ഡിസീസ്. കാൻ പ്രൊഡ്യൂസ് കോർട്ടിസോൾ ആൻഡ് ആൾഡോസ്റ്ററോൺ. അഡ്രിനൽ ഗ്ലാൻഡിന് കോർട്ടിസോളും അതുപോലെ ആൾഡോസ്റ്ററോണും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് അഡിസൺ ഡിസീസ് ഉണ്ടാകുന്നത്. സോ ദ പേഷ്യന്റ് നീഡ് ഹോർമോൺ റീപ്ലേസ്മെന്റ് ഫോർ ലൈഫ് ലോങ് ഹോർമോൺ റീപ്ലേസ്മെന്റ് ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് കോസസ് അഡിസൺ ഡിസീസിന്റെ? ഇഞ്ചുറി ടു അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡ് ആണ് കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അഡ്രിനൽ ഗ്ലാൻഡിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ അഡിസൺ ഡിസീസ് വരാം. അതുപോലെ സം ഇൻഫെക്റ്റഡ് പേഷ്യൻസ്, HIV, ട്യൂബർക്ലോസിസ് ഇൻഫെക്റ്റഡ് പേഷ്യൻസിന് ഉണ്ടാകാം. അതുപോലെ ക്യാൻസർ ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ്സ്, സർജിക്കൽ റിമൂവൽ ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ്സ്, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് അഡിസൺ ഡിസീസ് വരാം. സോ ഈ ഒരു സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് കോർട്ടിസോൾ. സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുന്ന സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ. അതുപോലെ BP നമ്മുടെ ഹാർട്ട് റേറ്റും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് കോർട്ടിസോൾ. അതുപോലെ മറ്റൊരു ഹോർമോണും ഉണ്ട്, ആൽഡോസ്റ്ററോൺ. ആൽഡോസ്റ്ററോൺ നമ്മുടെ ബ്ലഡിലുള്ള വാട്ടറിനെ സോഡിയത്തിനെ ഒക്കെ റെഗുലേറ്റ് ചെയ്ത് വാട്ടർ റെഗുലേഷൻ നടക്കുന്നത് ഈ ഒരു ആൽഡോസ്റ്ററോൺ ഹോർമോണിന്റെ സഹായത്തോടെയാണ്. അതുപോലെ സോഡിയം പൊട്ടാസ്യം റെഗുലേഷൻ ആൾസോ ഡൺ ഇൻ ബ്ലഡ്. അപ്പൊ അതിന്റെ റെഗുലേഷൻ നടക്കുന്ന ആൾഡോസ്റ്ററോൺ ഹോർമോൺ കൊണ്ടാണ്. അപ്പൊ ഇത് രണ്ടും അവിടെ പ്രൊഡ്യൂസ് ചെയ്യാതെ വരുമ്പോൾ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാറുണ്ട്. സാധാരണ റയർ ഡിസീസ് ആണ്, പക്ഷെ ധാരാളം കോംപ്ലിക്കേഷൻസ് കാണാറുണ്ട്. സോ ഇത് ഹോർമോൺ റീപ്ലേസ്മെന്റ് നമ്മൾ കൊടുക്കാറുണ്ട്. കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യാതെ വരുമ്പോൾ കോർട്ടിസോൾ അഡ്മിനിസ്റ്റർ ചെയ്യും. അതുപോലെ ആൾഡോസ്റ്ററോണും അഡ്മിനിസ്റ്റർ ചെയ്യും. മെഡിസിൻ ഡ്രഗ് രൂപത്തിൽ അഡ്മിനിസ്റ്റർ ചെയ്യും. അതുപോലെ ഹൈഡ്രോ കോർട്ടിസോൺ പിൽസ് ഫോർ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹൈഡ്രോ കോർട്ടിസോൺ പിൽസ് കൊടുക്കാറുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ജനറൽ ആയിട്ട് 5 ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻഡോക്രൈൻ ഡിസോർഡേഴ്സിന്റെ കുറച്ച് പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞുപോയി. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് എക്സാമിന് ചോദിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാം.